അപ്പോൾ ഇപ്പോൾ സമയം 6:15 കേട്ടോ, March 1. അപ്പോൾ ഞാൻ ഉറങ്ങി എണീക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും തന്നെ ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ തന്നെ അനിയൻ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് ഫുൾ സൗണ്ടിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ എണീക്കണം. ഈ സമയത്ത് ഞാൻ സാധാരണ എണീക്കാറില്ല. അപ്പോൾ ഇതേ 11 ആണ്, 4 മുട്ട ഒന്നിച്ച് പിടിക്കുന്ന 11 ആണ് എൻ്റെ ഉറക്കം കളഞ്ഞത്. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ, പക്ഷേ തേങ്ങാവൃതം ഉള്ളതുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാം. ഇത് അച്ഛൻ്റെ പണിയാണ് കേട്ടോ. ഈ കോഴികളെ മേയാൻ വിടത്തുന്നില്ല. അച്ഛൻ ഇങ്ങനെ ഗോതമ്പ് അരി വാരി 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 ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ഇത് ഇവിടുന്ന് പോവുകയില്ല. ഇട്ടാണ് കേട്ടാ. എനിക്ക് തോന്നുന്നു മഞ്ഞാണ്, അല്ലാതെ എവിടെയും കത്തിച്ചിട്ടുള്ള പുകയൊന്നും അല്ല, ഫുള്ള് മഞ്ഞാണ്. ഈ ഇത്രയും രാവിലെ തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം. ഗൈസ്, ഇതിപ്പോൾ വീടിൻ്റെ പുറത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇവിടെ ഇങ്ങനെയാണ്. കുളമാണേ. അപ്പോൾ അപ്പുറത്ത് പാടം. ഇവിടുത്തെ ഇപ്പോൾ കാണുമ്പോൾ ഊട്ടി പോലെയാണ്, അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഇതെവിടെയും കത്തിച്ചിട്ടുള്ള പുകയൊന്നുമല്ല കേട്ടോ. ഇത് ശരിക്കും ഇവിടെ ഉള്ളൊരു ക്ലൈമറ്റ്, അത്രയും മഞ്ഞും ഇതായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഒരു 9 മണി 10 മണി അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ മഞ്ഞ് ഒന്നും കാണില്ല. എൻ്റെ ഭഗവാനെ, ഉരുകിയിട്ട് അങ്ങോട്ട് നമ്മൾ ചാവുക, അത്രയ്ക്ക് പേരും ചൂടാണ്. പക്ഷേ ഈ രാവിലെ ആകുമ്പോൾ ഈ ഒരു തണുപ്പും ഈ ഒരു മഞ്ഞും ഒക്കെ ഉണ്ടാവും. ഞാൻ ഇന്ന് ഫുൾ ലോങ് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് തലയിൽ രാവിലെ തന്നെ എണ്ണയൊക്കെ തേച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അച്ഛമ്മയാണ്, അച്ഛമ്മയുടെ പണിയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ കണ്ട എനിക്കൊരു തണുപ്പ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ സൂര്യഭഗവാൻ ഇങ്ങോട്ട് ഉദിച്ച് വരും. പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ളും ചൂടാണ് കേട്ടോ. ആ രാവിലത്തെ തണുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് ഇനി ചൂട്. അപ്പോൾ ഞാൻ എന്താ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. ഇന്നലെ വരുമ്പോൾ തല ഫുള്ളും പാറി പറന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ എണീറ്റതെന്ന് തന്നെ വാ ഇവിടെ വന്ന് ഇരിക്കുന്ന പറഞ്ഞിട്ട് എണ്ണ എടുത്ത് തേച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് വീഡിയോ ആണ്. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ ഹായ് പറ. ഹായ് ഹായ് ഗൈസ്, ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഒരു വർഷം തേക്കുന്ന എണ്ണ എൻ്റെ അച്ഛൻ ഒരു ദിവസം കൂടെ തേച്ചിട്ടുണ്ട്. ഇതാ. അപ്പോൾ വീട്ടിലെ പ്രൊഫഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ടൗണിലേക്ക് വന്നിട്ട് ഒരു ചെറിയ കാര്യമുണ്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെയാണ് രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഡ്രസ്സ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഫേസ് ഒന്നും കാണിക്കാത്തേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ട കേട്ടോ. ഇപ്പം പ്രണയിക്കുന്നവരുടെ കേന്ദ്ര താവളം എന്ന് തന്നെ പറയട്ടെ. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കോട്ട. പിന്നെ ഇവിടെ എന്തോ സംസ്ഥാന സമ്മേളനം, അപ്പോൾ കുറേ നേതാക്കന്മാരും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം കണ്ട് നമ്മൾ നേരെ പോയിട്ട്, പിന്നെ സൺഡേക്ക് ആയതുകൊണ്ട് ചിക്കൻ ഇല്ലാതെ എന്ത് സൺഡേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇനി നേരെ ചിക്കൻ കടയിൽ പോയിട്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് കയറില്ല കേട്ടോ, കടൻ്റെ അകത്തേക്ക് കയറില്ല. എനിക്ക് എന്താ അവിടുത്തെ സ്മെല്ലും ആ കോഴിനൊക്കെ ചെയ്യുന്ന വെട്ടുന്നതൊക്കെ കണ്ട എനിക്ക് എന്തോ പോലെ തോന്നും. പക്ഷെ ഞാൻ നന്നായി ചിക്കൻ കഴിക്കണ്ട. നിങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചിക്കൻ കഴിക്കുക ചോദിച്ചാൽ നന്നായി ചിക്കൻ. ഇവിടുത്തെ വിലയായിരുന്നു കഴിഞ്ഞത്, ആനയടിഞ്ഞതൊക്കെ ഇവിടുത്തെ വിലയായിരുന്നു. പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല. അമ്മു പണിയെടുക്കാണ് ഗൈസ്. നമ്മൾ ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബൂസ്റ്റ് ആണെന്ന്, പക്ഷെ അല്ല, ഇതിനകത്ത് ചായപ്പൊടിയാണ് ഗൈസ്. കശുവണ്ടിയുടെ മരം എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പണ്ടൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഞാൻ കുറേ ഇങ്ങനെ വലിച്ച് ആർത്തിയോടെ കഴിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും ആർക്കും വേണ്ട ഇത്. അനിയനാണെങ്കിൽ തന്നെ തിരിഞ്ഞു നോക്കില്ല, ആരും ഇത് തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് അതിൻ്റെ ആ സാധനങ്ങളൊക്കെ താഴെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ചക്കയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചക്കയൊക്കെ ചേച്ചിയുടെ വീട്ടിലും അമ്മയുടെ വീട്ടിലും അമ്മയുടെ വീട്ടിലേക്കൊക്കെ കൊടുക്കുമെന്ന് പറയാനായിട്ട്. പക്ഷെ ഞാൻ വരുമ്പോൾ എനിക്ക് ഇവിടെ ചക്കയും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് അമ്മ പറഞ്ഞു ഈ ചക്ക നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേനും അത് പഴുക്കും, അപ്പോൾ മുറിച്ച് വയ്ക്കുക വന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം, നെക്സ്റ്റ് വീക്ക് ആ ചക്ക പഴുക്കുമെന്ന് നോക്കാം. എൻ്റെ വീട്ടിലെ മാങ്ങ ഇപ്പോൾ കുഞ്ഞതാണ് കേട്ടോ. പക്ഷെ ഞാൻ അവിടെ എടപ്പാളിലൊക്കെ ഇരിക്കുമ്പോൾ അവിടുത്തെ മാങ്ങയൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ. ഞാൻ ബസ്സിൽ വരുമ്പോഴൊക്കെ കാണാറുണ്ട്, അവിടെയുള്ള മാങ്ങകളൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട്. ഇവിടെ കുഞ്ഞത് പൂവിടുന്നതേ ഉള്ളൂ. അവിടെ ഇപ്രാവശ്യം മാങ്ങ കുറവാണെന്ന് തോന്നുന്നു എനിക്ക്. ഇതൊക്കെ ഇങ്ങോട്ട് നിരീക്ഷിക്കുകയാണ് കേട്ടതാ. അപ്പോൾ തേങ്ങ ഉണ്ട്, തേങ്ങ കുറച്ച് തെങ്ങിലിട്ടത് ഉണ്ട്. പിന്നെ ചേച്ചിയുടെ കല്യാണത്തിന് കുറേ തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് തേങ്ങ കുറച്ച് കുറവാണ്. ആ കാണുന്നത് പാടാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. വീടിൻ്റെ ഒരു സൈഡ് ഫുള്ളും പാടാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കാണാൻ നല്ല, ഇവിടെയാണ് ഞാൻ രാവിലെ മഞ്ഞെന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് കേട്ടോ. കണ്ടോ ഗൈസ്, ഞാൻ വീഡിയോ എടുക്കുന്നത് പറഞ്ഞിട്ട്
ഒരു വ്യക്തി ചെയ്യുന്നതാണ് ഈ സാഹസം കാണണം നിങ്ങൾ. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടില്ല, കുളിക്കാം. കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ പണി ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ചിക്കനൊക്കെ കൂട്ടി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ കശുവണ്ടീന്റെ പഴം ഉണ്ടെന്ന്, അപ്പൊ അതിന്റെ ഉപ്പ് തേച്ചിട്ട് ഞാൻ അങ്ങോട്ട് കഴിക്കാൻ കേട്ടോ. അപ്പൊ അത് വലിയ പീസ് എന്റെ ഫയൽ കൊള്ളുന്നതന്നില്ല കേട്ടോ. അതിനെ വാരി വലിച്ച് അങ്ങോട്ട് തിന്നുന്നുണ്ട് കേട്ടോ. വീട്ടിൽ പോയി പറഞ്ഞാൽ ഫുൾ ടൈം തീറ്റയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു, ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ കുട്ടിയാണ്. അവൻ വന്നപ്പോ പിന്നെ സൂപ്പർ ആയിട്ടോ. വീട്ടിലെല്ലാവരും ഫുൾ ഓണിലാണ്. അപ്പൊ ഈ പ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയാണ് കേട്ടോ. ആ കുട്ടിക്ക് കൊടുക്കില്ല. അതാണ് ഇവിടെ നടക്കുന്ന കളി. ഇത്രയും വലുതായി മാമൻ കുട്ടനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പത്തെ കളി. കുളിച്ചു കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് കുളിക്കാം. ചെറിയ തുമ്പിക്ക എങ്ങനെ പൊക്കുക? കൊട്ട് വരില്ല, സൗണ്ട് വരില്ല കൊട്ട്. അപ്പൊ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, അച്ഛൻ വന്നിട്ടില്ല. ഇത് അച്ഛൻ ഗായ്സ്. അപ്പൊ ഞാൻ എന്താ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കുറി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ടാ. എനിക്ക് ഇങ്ങനെ വീട്ടിൽ വന്നാൽ ഇങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ തന്നെ വിശക്കും, 6 മണിയാകുമ്പോഴത്തേനും വിശക്കാൻ തുടങ്ങും. പിന്നെ ഫുഡ് കഴിക്കും. അപ്പൊ അച്ഛൻ പായും പതപ്പൊക്കെ എടുത്ത് ഇപ്പൊ തന്നെ കിടക്കാനായിട്ടുണ്ട്. പക്ഷെ സമയം ആകെ 7:30 ആയിട്ടുള്ളൂ. പക്ഷെ അച്ഛൻ ഫുഡൊന്നും കഴിച്ചില്ല. അച്ഛൻ ഇപ്പൊ ഇങ്ങനെയാണ്, ഹോളിലാണ് ഇപ്പൊ കിടക്കാറിട്ട. പിന്നെ എന്റെ ഞാൻ ഈ വണ്ടിയൊക്കെ നിരത്തി വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ ഏകദേശം ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാനും കിടക്കാൻ വേണ്ടി ചെന്നു കേട്ടോ, 9 മണിയൊക്കെ ആയപ്പോൾ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.